UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം കേരളത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ നിലപാടുകൾ ഒരു എതിർപ്പുമില്ലാതെ നടപ്പാക്കുന്നു എന്നതാണ്. പ്രധാനപ്പെട്ട നയങ്ങളാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ കേന്ദ്ര നയങ്ങൾ ഒരു എതിർപ്പുമില്ലാതെ കേരളത്തിൽ നടപ്പാക്കുന്നു, ഒരു മാറ്റവുമില്ലാതെ അതേപടി നടപ്പാക്കുന്നു. ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായി മാറിയതാണ്. ഒറ്റപ്പെട്ട വാർത്തകൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായതുമാണ്. അത് മറ്റൊന്നുമല്ല, ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ നടപ്പാക്കണം എന്നതിനെ കുറിച്ചാണ്. ഇതേക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിരുന്നു. ആ വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് NEP ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും എന്നാണ്. 4 വർഷ ബിരുദ പഠന പദ്ധതി നടപ്പാക്കാൻ പോകുന്നു. അത് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് വേണം എന്നാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. റിപ്പോർട്ട് അടുത്തു ചേരുന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചർച്ച ചെയ്യുമെന്ന് കൗൺസിൽ വൈസ് ചെയർമാൻ അച്യുത് ശങ്കർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെ നടപ്പാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ്, ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം എന്നാണ് അച്യുത് ശങ്കർ പറയുന്നത്. അച്യുത് ശങ്കർ അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തീരുമാനമെടുത്ത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കും, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ആരാണ്? B. അശോക്. അറിയപ്പെടുന്ന RSS അനുഭാവിയാണ്, RSS സംഘപരിവാറിനോട് ചായ്വുള്ള വ്യക്തിയാണ് എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നതുമാണ്. എന്ന് വെച്ചാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും കാവ്യവൽക്കരണം നടക്കാൻ പോകുന്നു എന്നർത്ഥം. അതിനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചു. രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ആരും ഇതുവരെ വലിയ വാർത്തയൊന്നും കൊടുത്തിട്ടില്ല. മാതൃഭൂമിയിലാണ് ചെറിയൊരു വാർത്ത വന്നത്. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ അച്യുത് ശങ്കറിന്റെ ഒരു പ്രതികരണവും കൂടി മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലാണ് അത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്ന് വെച്ചാൽ വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും കാവ്യവൽക്കരണം വരുന്നു എന്നർത്ഥം. PM-ശ്രീ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സാങ്കേതിക പ്രശ്നം നീണ്ടു പോവുകയാണ്. പഠിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മന്ത്രിസഭാ ഉപസമിതിയിൽ കോൺഗ്രസ് അംഗം മന്ത്രി M. ലിജുവിന്റെ എതിർപ്പിനെ തുടർന്നാണ് പദ്ധതി നടപ്പാക്കാതെ നീണ്ടു പോകുന്നത്, തീരുമാനം വരാതെ നീണ്ടു പോകുന്നത്. മുസ്ലിം ലീഗിന്റെ മന്ത്രിയുണ്ട് M. ഷംസുദ്ദീൻ. അദ്ദേഹം PM-ശ്രീ പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. എന്തായാലും PM-ശ്രീ പദ്ധതി നടപ്പാക്കാൻ പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മെല്ലെ മെല്ലെ വരികയാണ്. കോൺഗ്രസിനകത്തും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനകത്തും രാഷ്ട്രീയമായി സംഘർഷം രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഫലമായി നീണ്ടുപോകുന്നു എന്നതേയുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് സർക്കാരിൽ നിന്ന് മറ്റൊരു തീരുമാനം വന്നത്. മന്ത്രിസഭാ യോഗ തീരുമാനമാണ്. PMAY പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നഗരങ്ങളിൽ നിർമ്മിക്കുന്ന വീടുകൾ ഇനി സൗജന്യമായിരിക്കില്ല. 1 ലക്ഷം രൂപ ആർക്കാണോ വീട് വേണ്ടത് അദ്ദേഹം നൽകണം, ആ കുടുംബം നൽകണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. 3 ലക്ഷം രൂപ മാത്രമേ സംസ്ഥാന കേന്ദ്ര സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നൽകുകയുള്ളൂ. 4 ലക്ഷം രൂപ നേരത്തെ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരുന്നു. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതമുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ വിഹിതമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ വിഹിതം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? വീടുകൾക്ക് മുന്നിൽ PMAY പദ്ധതിയുടെ ലോഗോ വെക്കണം, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചു. ഇപ്പോൾ പറയുന്നത് ഫോട്ടോ വെക്കണ്ട, എംബ്ലം മാത്രം വെച്ചാൽ മതി, ചിഹ്നം മാത്രം വെച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ നയങ്ങൾ, കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ ഒരു മാറ്റവുമില്ലാതെ BJP സർക്കാർ ചെയ്യുന്നതിനേക്കാളും ഭംഗിയായി നടപ്പാക്കുന്ന സർക്കാരായി നമ്മുടെ സർക്കാർ മാറിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് NEP, PMAY, PM-ശ്രീ തുടങ്ങിയ പദ്ധതികൾ കേരളത്തിൽ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. ഇനിയും വരുന്നുണ്ട് ഇതിനേക്കാളും വലിയ പദ്ധതികൾ. സംസ്ഥാന താല്പര്യങ്ങൾക്ക് വിരുദ്ധമായത്, രാഷ്ട്രീയമായി ചെറുത്ത് നിൽക്കേണ്ടത്, ചേർത്ത് തോൽപ്പിക്കേണ്ടത്, അതൊക്കെ വേഗം നടപ്പാക്കാൻ കഴിയുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉള്ള എതിർപ്പുണ്ട്. അവർ നടപ്പാക്കുന്നതിനേക്കാളും വേഗത്തിൽ കേരളത്തിൽ നടപ്പാക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ടാണ് പറയുന്നത് കേരളം ഭരിക്കുന്നത് പരിവാർ സർക്കാരാണ് എന്ന്.